afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yes. നമ്മൾ എന്താ പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഏരിയാസ് മുഴുവൻ എടുത്തായിരുന്നോ? ട്രീറ്റ്മെന്റ് ഏരിയാസ് മുഴുവൻ പറഞ്ഞോ? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഈ പോയിന്റ്സ് പറഞ്ഞായിരുന്നോ? ഇത് കംപ്ലീറ്റ് പറഞ്ഞല്ലേ? സെമിനാർ റൂം വരെ കംപ്ലീറ്റ് പറഞ്ഞല്ലേ? ഇത് പറഞ്ഞിരുന്നോ? ഈ താഴെയുള്ള പോയിന്റ്സ് പറഞ്ഞോ? ഇല്ലേ? ഡെഫിനറ്റ് കെയർ ഇനീഷ്യേറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ പറഞ്ഞോ? ഇല്ല. ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ. അപ്പോൾ ട്രീറ്റ്മെന്റ് ഏരിയാസിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണത്. നോക്കാം. ഡെഫിനറ്റ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്? കൃത്യമായിട്ടുള്ള പരിചരണം എത്രയും വേഗം കൊടുക്കണം. ഡെഫിനറ്റ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. കൃത്യമായ പരിചരണം എത്രയും വേഗം കൊടുത്തിരിക്കണം. Then data received, recorded and directed to the business office, admitting office and public relation office for coordination and release. എല്ലാ ഡാറ്റ സ്വീകരിക്കുകയും രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്താണ് ബിസിനസ് ഓഫീസിലേക്കും പബ്ലിക് റിലേഷൻ ഓഫീസിലേക്കും എന്താണ് കോർഡിനേഷന് വേണ്ടിയിട്ട് എല്ലാ പേഷ്യന്റിന്റെ ഡാറ്റാസും എന്താണ് കോർഡിനേഷന് വേണ്ടിയിട്ട് അത് എന്താണ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഡാറ്റ റിസീവ്ഡ്. ഡാറ്റ സ്വീകരിക്കും, റെക്കോർഡഡും ഡയറക്റ്റഡ് ടു ബിസിനസ് ഓഫീസ്. അത് ബിസിനസ് ഓഫീസിലേക്കും അഡ്മിറ്റിംഗ് ഓഫീസിലേക്കും പബ്ലിക് റിലേഷൻ ഓഫീസിലേക്കും എന്താണ് കോർഡിനേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം. Then patients who are discharged are directed to admitting or discharge office. എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികളെ അഡ്മിറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്ക് നിർദ്ദേശിക്കുക. അതായത് ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസിന് അതിന്റെ ഡിസ്ചാർജ് ഓഫീസ് ഉണ്ടായിരിക്കും. അങ്ങോട്ടേക്ക് നിർദ്ദേശിക്കുന്നത് അവരെ അങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പേഷ്യൻസ് who are discharges are directed to admitting or discharge office. At the point, disaster chief or medical director or director of nursing, CEO may authorize an all clear announcement. ഡിസാസ്റ്റർ ചീഫോ മെഡിക്കൽ ഡയറക്ടറോ അല്ലെങ്കിൽ സിഇഒ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആരോ എങ്കിലും എന്താണ് ഒരു അതോറിറ്റി ഓൾ ക്ലിയർ എന്നൊരു അനൗൺസ്മെന്റ് നടത്തുന്നു. ഓൾ ക്ലിയർ എന്ന് പറയുമ്പോൾ എന്താണ് ഏകദേശം എന്താണ് എല്ലാ ഡിസാസ്റ്റർ പ്രഖ്യാപനവും അവസാനിച്ചു എന്ന രീതിയിലൊരു ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് അദ്ദേഹം നടപ്പിലാക്കുന്നു. ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സിഇഒ ആയിരിക്കും, ആരെങ്കിലും ആയിരിക്കും ആ ഒരു കമാൻഡ് പുറപ്പെടുവിക്കുന്നത്. അതായത് ഓൾ ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡിസാസ്റ്ററിന്റെ പ്രഖ്യാപനം അവസാനിച്ചു, അതായത് എല്ലാവരും പോകാനുള്ള ഒരു കോഡാണത്. ഓക്കെ, അടുത്തത് ടെലിഫോൺ ഓപ്പറേറ്റർ വിൽ then make an all clear announcement over the public address SASM. She or he will announce code green. ഇനി ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ അദ്ദേഹം എന്താണ് അഡ്രസ് സാസം എന്ന് പറഞ്ഞ ഒരു പൊതുവിലാസമാണ് അത് കേട്ടോ. ഹോസ്പിറ്റലിൽ ഒരു പൊതുവിലാസമാണ് അഡ്രസ് സാസം എന്ന് പറയുന്നത്. പബ്ലിക് അഡ്രസ് സാസം എന്ന് പറയുന്ന പൊതുവിലാസത്തില് കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യും. ഗ്രീൻ അനൗൺസ് ചെയ്യുന്ന പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ ഡിസാസ്റ്റർ പ്രക്രിയകളെല്ലാം തന്നെ അവസാനിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുന്നത്. ആരാണ് അനൗൺസ് ചെയ്യുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ,
അഡ്രസ്സ് സാംസം എന്നൊരു പൊതു അഡ്രസ്സിലാണ് അത് അനൗൺസ് ചെയ്യുന്നത്. ഷീ ഓർ ഹി വിൽ അനൗൺസ് കോഡ് ഗ്രീൻ. ഓക്കെ, അപ്പൊ ഓൾ ക്ലിയർ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ഡിസാസ്റ്റർ പ്രഖ്യാപനങ്ങളും അവസാനിച്ചു. അപ്പൊ എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരു കോഡാണ് എന്താ കോഡ് ഗ്രീൻ എന്ന് പറയുന്നതും ഓൾ ക്ലിയർ എന്ന അനൗൺസ്മെന്റ്. ഓക്കെ, എന്താണ് ട്രീറ്റ്മെന്റിന് ശേഷം എല്ലാവർക്കും എന്താണ് ഡെഫിനിറ്റ് കൃത്യമായിട്ടുള്ള പരിചരണം എത്രയും വേഗം എന്താണ് എല്ലാവർക്കും കൊടുക്കണം. ദെൻ എല്ലാ ഡാറ്റാസും സ്വീകരിക്കുകയും അതെന്താണ് അത് ബിസിനസ് ഓഫീസിലേക്കും അഡ്മിറ്റിംഗ് ഓഫീസിലേക്കും പബ്ലിക് റിലേഷൻ ഓഫീസിലേക്കും അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ദെൻ ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ അഡ്മിറ്റിംഗ് ഓഫീസിലേക്കോ ആയിരിക്കും അവരെ നിർദ്ദേശിക്കുന്നത്. ദെൻ ഒരു ഡിസാസ്റ്റർ ചീഫ് അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കും ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തപ്പെടുന്നത്. ദെൻ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ അദ്ദേഹം ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പബ്ലിക് അഡ്രസ് എന്നൊരു പൊതുവിലാസത്തില് എന്താണ് അനൗൺസ് ചെയ്യുന്നു, ഒരു കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, അതോടുകൂടി എന്താണ് ഡിസാസ്റ്ററിന്റെ ഏകദേശ ഘട്ടങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏകദേശ ഘട്ടങ്ങൾ അവസാനിക്കുന്നു. ഇനി ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ആണ്. എന്താണ് ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതായത് ദുരന്തം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു, അല്ലെ? ദുരന്തം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കൽ. സംഭവ കമാൻഡറും ഓക്കെ അത് പറയാം. ഡിക്ലെയറിംഗ് ഈ ഡിസാസ്റ്റർ ഡീആക്ടിവേഷനെ നമ്മൾ ഡീമൊബിലൈസേഷൻ ഫേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഡീമൊബിലൈസേഷൻ ഫേസ് എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് ദുരന്തം അവസാനിപ്പിക്കും. ഡിക്ലെയറിംഗ് ഡിസാസ്റ്റർ ടു ബി ഓവർ, ദ ഡിസിഷൻ ടു ഡീആക്ടിവേറ്റ് ദ ഹോസ്പിറ്റൽ emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. അപ്പോ ഈ ദുരന്ത പ്രഖ്യാപനം അവസാനിപ്പിക്കുന്നതിനായിട്ട് ആരാണത് അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്? അതായത് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറും അല്ലെ സംഭവ കമാൻഡറും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും ആ സ്ഥിതിഗതികളെല്ലാം തന്നെ ആ സിറ്റുവേഷൻസ് ഒക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് എന്ത് ആശുപത്രി എമർജൻസി പ്ലാൻ നിർജീവമാക്കാനായിട്ട്, അതായത് ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. നമ്മൾ ആദ്യം ഒരു എമർജൻസി പ്ലാൻ തയ്യാറാക്കിയില്ലേ? ആ പ്ലാനിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമാണ് എന്ത് ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്, ദുരന്തം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് വിലയിരുത്തിയതിനു ശേഷം. ആരാണത് വിലയിരുത്തുന്നത്? ആരാണ് ദുരന്ത പ്രഖ്യാപനങ്ങൾ വിലയിരുത്തുന്നത്? ആരാണ്? ഇൻസിഡന്റ് കമാൻഡറും പിന്നെ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമാണ് ആ ദുരന്തത്തിന്റെ എല്ലാ മേഖലകളും വിലയിരുത്തിയതിനു ശേഷമായിരുന്നു ആ പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡീആക്ടിവേഷൻ ഷുഡ് നോട്ട് ബി ടു ഏർലി, premature or too late. എന്താണ്? അതായത് ഈ നിർജീവമാക്കാൻ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ വളരെ നേരത്തെയോ അല്ലെങ്കിൽ പ്രീമച്വർ എന്ന് വെച്ചാൽ അകാലത്തിൽ അല്ലെങ്കിൽ വൈകിയോ വളരെ വൈകിയോ ആകാൻ പാടില്ല. അതായത് നേരത്തെയും ആകാൻ പാടില്ല, പക്ഷെ ഒരുപാട് ലേറ്റും ആയിട്ടും ആകാനായിട്ട് പാടില്ല. എന്തെങ്കിലും അവസാനിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിസാസ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീആക്ടിവേറ്റ് ദ എമർജൻസി പ്ലാൻ വൺസ് ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ്. അതായത് ഈ പ്ലാൻ അവസാനിച്ചതിന് ശേഷം, മനസ്സിലാവുന്നുണ്ടോ? ഈ പ്ലാൻ അവസാനിച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് പിന്നീട് അത് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ പ്ലാൻ പിന്നീട് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരാൻ കാരണം? എന്താണ്? ഓവർ ബിക്കോസ് സ്റ്റാഫ് ടയർഡ്നെസ് സ്റ്റാർട്ട്സ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഓവർകം. എന്താണ്? ജീവനക്കാരുടെ ക്ഷീണം അല്ലെ? എല്ലാ ജീവനക്കാരും എന്തായിരിക്കും? ടയേർഡ് ആയിരിക്കും. ഒരു വലിയൊരു ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ? ആ ദൗത്യത്തിന്റെ ക്ഷീണം മൂലം അല്ലെങ്കിൽ ടയർഡ്നെസ് മൂലം അത് പിന്നീടും അത് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ എന്താണ്? ഈ പ്ലാൻ അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തന്നെ എന്തായിരിക്കും പ്രഖ്യാപിക്കും അല്ലെ? അപ്പൊ എല്ലാവരും പ്രിപ്പയർഡ് ആവുന്നു, അവസാനിക്കാറായി എന്നുള്ള രീതിയിൽ അത് പ്രിപ്പയർഡ് ആവുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് നേരത്തെ തന്നെ അനൗൺസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടു കഴിഞ്ഞാല് കുറച്ച് സമയത്തിനുള്ളിൽ ഏകദേശം എന്താണ്
ഈ ഡിസാസ്റ്റർ പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ മനസ്സിലായോ? ആരാണ് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ അനലൈസ് ചെയ്യുന്നത്? ആരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആരാണ് ദുരന്തം നിർത്തിവെക്കൽ പ്രഖ്യാപനം ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആരാണ്? ആരാണ്? ഇൻസിഡന്റ് കമാൻഡറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും. ഓക്കെ, യെസ്. യെസ്, അത് ക്ലിയർ ആണല്ലോ? മനസ്സിലായോ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എങ്ങനെയാണെന്ന്? ഓക്കെ, ഇനി നമുക്ക് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. പബ്ലിക് റിലേഷൻ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുന്നത്? ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. മാധ്യമങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. മാധ്യമങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് ആരാണ്? ഇൻഫർമേഷൻ മെസ്സേജസ് മാധ്യമങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകുന്നത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, then act as a mediator between ആരായിട്ടാണ് മീഡിയേറ്റർ പദവി കാണിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. അതായത് രോഗിയുടെ ബന്ധുക്കളും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷനും രോഗിയുടെ ബന്ധുക്കളും തമ്മിലുള്ള ആ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. Then centralized information about casualties. പിന്നെന്താണ് പറയുന്നത്? നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കേന്ദ്രീകരിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നാശങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സെൻട്രലൈസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. Then controls all photographs. മാധ്യമങ്ങൾ എടുക്കുന്ന എല്ലാ ഫോട്ടോഗ്രാഫ്സുകളും കൺട്രോൾ ചെയ്യും. ചിലപ്പോൾ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ അത് അനുവദനീയമില്ലാത്ത സ്ഥലങ്ങളുണ്ടായി ഏരിയാസിലൊക്കെ കയറി മീഡിയ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. Then prepare and post update casualty list. എന്താണ്? കാഷ്വാലിറ്റി ലിസ്റ്റുകൾ തയ്യാറാക്കുകയും അത് പോസ്റ്റ് ചെയ്യും അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നതും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. മാധ്യമങ്ങൾക്ക് വിവരങ്ങളും സന്ദേശങ്ങളും നൽകുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. അഡ്മിനിസ്ട്രേഷനും പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ പദവിയാണ്, മധ്യസ്ഥനായിട്ടാണ് അത് പബ്ലിക് റിലേഷൻസ് പ്രവർത്തിക്കുന്നത്. പിന്നെന്താണ്? സി, സെൻട്രലൈസസ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങള് കേന്ദ്രീകരിക്കുന്നു. Then control all photographs. Then prepares and post updated casualty lists. എന്താണ്? ആ കാഷ്വാലിറ്റി ലിസ്റ്റുകൾ തയ്യാറാക്കുകയും പോസ്റ്റ് ചെയ്യും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽസ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽസ് ആരൊക്കെയാണ്? പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ് അല്ലെ. എന്തൊക്കെ ഡ്യൂട്ടീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്? റിമൈൻ ഇൻ ദർ ഏരിയ അല്ലെ. അവരുടെ പ്രദേശത്തിൽ അവര് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. Differ all daily activities. എന്തൊക്കെയാണ്?
Be prepared to receive and help disaster casualties needs urgent life-saving measures. Be prepared to receive and help disaster casualties need urgent life-saving measures. എന്താണ് ദുരിതബാധിതരെ സ്വീകരിക്കുകയും അവരെ എന്താണ് അവർക്ക് അടിയന്തരമായിട്ട് ജീവൻ രക്ഷാ നടപടികൾ കൊടുക്കുന്നതും ആരാണ്? ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽസ് ആണ്. അല്ലെ, ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ആ ദുരന്തത്തെ സ്വീകരിക്കാനും അവർ തയ്യാറാകുന്നതിനും ആ ദുരന്ത ബാധിതരെ സേവ് ചെയ്യുന്നതിന് അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതും ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽസിലാണ്. ഓക്കെ, then see that extra nurses are assigned from the floors. See that extra nurses are assigned from the floors. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും എന്താ ആവശ്യമായിട്ടുള്ള ഫ്ലോർസുകൾ ഏതൊക്കെ നഴ്സസിന് എവിടെയൊക്കെ ആവശ്യമുണ്ടെന്നുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് പറഞ്ഞില്ലേ, ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫ്ലോറിൽ ഏതൊക്കെ എക്സ്ട്രാ നഴ്സസ് വേണമെന്ന് തയ്യാറാവുന്നത്. അപ്പൊ ഓരോ എക്സ്ട്രാ ഫ്ലോറുകളിൽ എന്തായാലും എക്സ്ട്രാ നഴ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരവരുടെ ചുമതലകൾ വഹിക്കുന്നുണ്ടാകും. Then are accountable that crash carts are brought and kept in readiness in the triage area. Accountable that crash carts. Crash carts എന്ന് വെച്ചാൽ എന്താണ്? ക്രാഷ് കാർട്സ് ട്രേ അല്ലെങ്കിൽ എന്താണ് ഡ്രോയർ കണ്ടിട്ടില്ലേ? ട്രേ ഡ്രോയർ, ഇത് എക്യുപ്മെന്റ്സും മറ്റു മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ക്രാഷ് കാർട്സുകൾ, അത് ഉടനടി ലഭ്യമായിരിക്കും. ട്രയേജ് ഏരിയയില് എത്രയും പെട്ടെന്ന് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിലായിരിക്കും എന്ത് അധിക നഴ്സുമാരും ഉപയോഗിക്കുന്നത്. കണ്ടിട്ടില്ല നിങ്ങളാണ് ഒരു ഷെൽഫ് ഒക്കെ പോലത്തെ ഒരു ഡ്രോയർ പോലെ, അതിന്റെ പിക്ചർ ഇതിലുണ്ടാവും, നോക്കിയാൽ മതി കേട്ടോ. അതായത് മെഡിസിൻസ് മറ്റു കാര്യങ്ങള് എക്യുപ്മെന്റ്സ് ഒക്കെ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ക്രാഷ് കാർട്സ് ഉണ്ടായിരിക്കും. അത് എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയാലും റെഡി ആയിട്ടിരിക്കണം അല്ലെ, അതായത് എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ. Then make sure that a portable X-ray machines bought and kept in emergency department. അതായത് അത്യാഹിത വിഭാഗത്തില് ഒരു പോർട്ടബിൾ എക്സ്റേ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഒരു പോർട്ടബിൾ എക്സ്റേയുടെ ആവശ്യം എപ്പോൾ വേണമെങ്കിലും ആവശ്യമായി വന്നേക്കാം അല്ലെ. അപ്പോ ആ ഒരു പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാ പേഴ്സണൽസും ഉറപ്പുവരുത്തേണ്ടതാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സൺസുകൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്? ഈ പ്രിപ്പയർ ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റി നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷീൻസ്. അതായത് ദുരിതബാധിതരെ സ്വീകരിക്കുന്നതിനും സഹായിക്കുന്നതിനും തയ്യാറാകുന്നു. അതുപോലെ തന്നെ എന്താണ് അടിയന്തര ജീവരക്ഷാ പ്രവർത്തനങ്ങള് അതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്ന ഡ്യൂട്ടീസും ചെയ്യുന്നത് ഈ പേഴ്സണൽസ് ആയിരിക്കും. ഓക്കെ, then see that extra nurses are assigned from the floors. അതായത് ഓരോ നിലകളിലും അധികമായിട്ടുള്ള നഴ്സസ്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ഒരു ഇൻസിഡന്റ് നടന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാം കെയർ ചെയ്യുന്നതിന് ഒരുപാട് നഴ്സസിന്റെ ആവശ്യങ്ങൾ വന്നേക്കും. അപ്പൊ ഓരോ ഫ്ലോറിൽ എന്തായിരിക്കും ഓരോ നഴ്സസ്മാർ ഓരോ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരിക്കും, എക്സ്ട്രാ നഴ്സസ് ഉണ്ടായിരിക്കും. Then are accountable that crash carts are brought and kept in readiness in the triage area. Triage ഏരിയയിൽ ക്രാഷ് കാർഡ്സ് സജീവമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽസ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് ട്രയേജ് ഏരിയയില് ക്രാഷ് കാർഡ്സിൽ എപ്പോഴും റെഡി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. ഇനി പോർട്ടബിൾ എക്സ്റേ മെഷീൻസും അവൈലബിൾ ആയിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ പേഴ്സണൽസിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സംശയം ഉണ്ടോ എന്തെങ്കിലും? 4 പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി
സെക്യൂരിറ്റി അല്ലെ, സുരക്ഷ. സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്? Some of the duties suggested are work in close cooperation with the local police. എങ്ങനെയായിരിക്കണം? ലോക്കൽ പോലീസുമായിട്ട് എങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കണം? ക്ലോസ് കോർപ്പറേഷൻ ആയിരിക്കണം അല്ലെ. വർക്ക് ഇൻ ക്ലോസ് കോർപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. അതായത് ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലെ. സെക്യൂരിറ്റി ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടെ ആയിരിക്കണം എന്താണ് പ്രവർത്തിക്കേണ്ടത്. Maintain order within and outside the hospital. Maintain order within and outside the hospital. എന്താണ്? ഹോസ്പിറ്റലിനകത്തും പുറത്തും എന്താണ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. ആശുപത്രിക്കകത്തും പുറത്തും എന്താണ് അത് ക്രമമല്ലാതെ സെക്യൂരിറ്റി ക്രമം പാലിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്തും പുറത്തും എന്താണ് ആ ഒരു ക്രമം പാലിക്കേണ്ടതുണ്ട്. മെയിൻറ്റെയിൻ ഓർഡർ അല്ലെ. തേർഡ് പോയിന്റ്, ഡയറക്ട് ട്രാഫിക് സോ ആസ് നോട്ട് to block free entry of patients carrying vehicles to and outside the hospital. Direct traffic so are not to block the free entry of patients. എന്താണ്? ആശുപത്രിയിലേക്കും പുറത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഉണ്ടാവും അല്ലെ. പേഷ്യൻസിന് വേണ്ടി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് രോഗികൾക്ക് സൗജന്യമായിട്ട് എന്താണ് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജസ് ഒന്നും ഉണ്ടാകാതെ സെക്യൂരിറ്റി ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. Not to block the free entry of patients and carry vehicles to and outside the hospitals. Okay. നേരിട്ടുള്ള ഗതാഗതം എന്താണ്? നേരിട്ടുള്ള ഗതാഗതം പേഷ്യൻസിന്റെ നേരിട്ടുള്ള ഗതാഗതത്തിൽ യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജസും വരാനായിട്ട് പാടില്ല. അവർക്ക് ഫ്രീ എൻട്രി ആയിരിക്കണം. ഓക്കെ. അടുത്തത് പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം? കീ ഇൻസ്റ്റാളേഷൻ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സുകളുടെ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ or generators, then water tank, water supply, etc. ഇത്തരം കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലേ അതിന്റെ കീ ഇൻസ്റ്റാളേഷൻ. അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അത് ഹോസ്പിറ്റലിന്റെ കീ ഇൻസ്റ്റാളേഷൻ എല്ലാം തന്നെ എന്താണ് പരിരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. ഏതൊക്കെ ഏരിയാസ്? വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ തുടങ്ങിയ ഏരിയാസ് ഒക്കെ എന്താണ് അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? Restrain and strictly control access to the hospital direct the entry for authorized person to appropriated areas. എന്താണ്? ചില ആൾക്കാർക്ക് അല്ലെ, ചില പേഴ്സൺസിന് എന്താണ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനങ്ങളെ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, കർശനമായിട്ട് നിയന്ത്രിക്കണം. ഓക്കെ. അതായത് പക്ഷെ അംഗീകൃതമായിട്ടുള്ള അതോറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്താണ് അപ്രോപ്രിയേറ്റ് ഏരിയാസിലേക്ക് കടത്തിവിടുകയും അല്ലാത്തവരെ കടത്തിവിടാതിരിക്കുകയും ചെയ്യണം. ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണം അല്ലെ. അതായത് പുറത്തുനിന്ന് ആൾക്കാരൊന്നും കയറാനായിട്ട് പാടില്ല. മാത്രമല്ല അതിൽ കയറേണ്ട പേഴ്സൺസ് ഉണ്ടായിരിക്കില്ല, അവരെയൊക്കെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് കയറ്റി വിടുകയും വേണം. അതാരൊക്കെയാണ്? ആംബുലൻസസ് ടു എമർജൻസി, റിലേറ്റീവ് ടു വെയിറ്റിംഗ് ഏരിയ, ദെൻ മീഡിയ ടു മീഡിയ റൂം. ഓക്കെ. ആംബുലൻസിന് എമർജൻസി റൂമിലേക്കും റിലേറ്റീവ്സിന് വെയിറ്റിംഗ് ഏരിയാസിലേക്കും മീഡിയ ടു മീഡിയ റൂംസിലേക്ക് എന്താണ് കൃത്യമായിട്ട് കടത്തിവിടണം. ഓക്കെ. അല്ലാതെ പുറത്തു നിന്നുള്ള മറ്റ് പ്രവേശനങ്ങൾ നിയന്ത്രിക്കുകയാണ് വേണ്ടത് കേട്ടോ. Then protect hospital personnel and patients. Protect hospital personnel and patients. ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥരെയും പേഷ്യൻസിനെയും പ്രൊട്ടക്ട് ചെയ്യണം. ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥരെയും പേഷ്യൻസിനെയും എന്താണ് പ്രൊട്ടക്ട് ചെയ്യണം.
Okay. Then all hospital personnel should wear identity cards. എല്ലാ ഉദ്യോഗസ്ഥരും എന്താണ് ഐഡന്റിറ്റി കാർഡ്സുകൾ വെയർ ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാ ഉദ്യോഗസ്ഥരും ഐഡന്റിറ്റി കാർഡ്സുകൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? വർക്കിംഗ് ക്ലോസ് കോർപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. എന്താണ് ലോക്കൽ പോലീസുമായിട്ടൊരു അടുത്ത സഹകരണ ബന്ധം ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഇത് ലാസ്റ്റ് ഞാൻ ചോദിക്കോട്ടെ, പറയണേ. ഹോസ്പിറ്റലിനകത്ത് പുറത്തുള്ള ഓർഡേഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ക്രമങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ്? ഡയറക്ട് ട്രാഫിക്സ് ആൻഡ് നോട്ട് ബ്ലോക്ക് ദ ഫ്രീ എൻട്രി ഓഫ് പേഷ്യൻസ്, ക്യാരി വെഹിക്കിൾസ് ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഡയറക്ട് ട്രാഫിക്സ് കൺട്രോൾ ചെയ്യണം അല്ലെ. അതായത് ഫ്രീ എൻട്രി ഉള്ള പേഷ്യൻസിനെ മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ കയറ്റിവിടുകയും അല്ലെ, ആശുപത്രിയിലേക്കും പുറത്തേക്കുമുള്ള വരുന്ന എന്താണ് രോഗികളുടെ സൗജന്യ പ്രവേശനം, അത് എന്താണ് അത് തടയാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ കൃത്യമായ രീതിയിൽ ഒരു ഗതാഗത ക്രമം തുടരേണ്ടതാണ്. പിന്നെന്താണ്? കീ ഇൻസ്റ്റാളേഷൻസ് അല്ലെ, പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഇൻ ദ ഓഫ് ദ ഹോസ്പിറ്റൽ. Okay. Then restrain and strictly control access to the hospital, direct entry for authorized person and appropriated areas. പുറത്തുനിന്നുള്ള പ്രവേശനങ്ങൾക്ക് കർശനമായിട്ടുള്ള സ്ട്രിക്റ്റും ഉണ്ടായിരിക്കണം. എന്നാൽ അതോറിറ്റൈസ്ഡ് പേഴ്സൺസിനെ അല്ലെ അവരെ അപ്രോപ്രിയേറ്റഡ് ഏരിയാസിലേക്ക് എൻട്രി ചെയ്യുകയും വേണം. ആരൊക്കെയാണത്? ആംബുലൻസ് ടു എമർജൻസി, relative to waiting area, then media to media, etc. Okay. Then protect hospital personnel and patients. Hospital ഉദ്യോഗസ്ഥരെയും പേഷ്യൻസിനെയും സംരക്ഷിക്കുക. പിന്നെ എന്താണ്? എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫ്സുകളും ഐഡന്റിറ്റി കാർഡ്സുകൾ വെയർ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. Okay. നമുക്കൊരു triage നോക്കാം. Triage, the process of sorting people based on their requirements for immediate medical treatment as compared to their chance of benefiting from such care. Triage is done in emergency rooms, disasters, and wars when limited medical resources must be allotted to enhance the number of survivors. എന്താണ് triage എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് അടിയന്തര വൈദ്യ ചികിത്സയുടെ ആവശ്യകതയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ പേഷ്യൻസിനാണ് ഇമ്മീഡിയറ്റ് കെയർ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള പേഷ്യൻസിനെ ഓരോ പേഷ്യൻസിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി സോർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്താണ് എന്ത് ട്രയേജ് ഏരിയയിൽ പ്രധാനമായും ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെ പേഷ്യൻസിന് എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ട്, എന്തൊക്കെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം എന്ന അടിസ്ഥാനത്തില് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്?
Then triages done in emergency room. Triages എവിടെയാണ്? എമർജൻസി റൂംസിൽ disaster and wars when limited medical resources must be allotted to enhance the number of survivors. അതായത് അതിജീവിച്ചവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട്, അതിജീവിച്ചവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പരിമിതമായ മെഡിക്കൽ വിഭവങ്ങൾ അനുവദിക്കുമ്പോൾ, അത് അനുവദിക്കുന്നത് എവിടെയൊക്കെയാണ്? എമർജൻസി റൂമുകളില്, ദെൻ ഡിസാസ്റ്റർ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ദെൻ യുദ്ധങ്ങൾ എന്നിവയില് ട്രയേജ് നടത്തുന്നു. പ്രധാനമായിട്ടും ട്രയേജ് കൊടുക്കുന്നത് എവിടെയാണ്? എമർജൻസി റൂംസില്. അതുപോലെ തന്നെ എന്താണ്? ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സസ് ഉള്ള സമയത്ത്, അതുപോലെ ഡിസാസ്റ്റർ ആൻഡ് വാർസ്. ഓക്കെ, ആ ഒരു സമയത്ത്, അതായത് ഒരു ഗുരുതര സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഏതൊക്കെ പേഷ്യൻസിനാണ് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടത് എന്നുള്ള പേഷ്യൻസിനെ പ്രത്യേകം തരംതിരിച്ച് മാറ്റുന്ന ഒരു ഏരിയയാണ് എന്താ? ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡിസാസ്റ്ററിലോ വാറിലോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലാണ് എന്താ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതില് ട്രയേജ് ഏരിയയിൽ ഏറ്റവും സർവൈവേഴ്സ് കുറവായിരിക്കും അല്ലെ? ട്രയേജ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ കെയർ വരുന്ന പേഷ്യൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് ചിലപ്പോ ഡെത്ത് സംഭവിക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് പേര് രക്ഷപ്പെടുത്താനും സാധിക്കാറുണ്ട്. ഇമ്മീഡിയറ്റ് കെയർ കൊടുത്ത് രക്ഷപ്പെടുത്താനും ചില പേഷ്യൻസിന് സാധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ട്രയേജ് ഏരിയസിനെ 4 കാറ്റഗറീസ് ആയിട്ടാണ് തരംതിരിക്കുന്നത്. ട്രയേജ് ഏരിയയിലെ 4 കാറ്റഗറീസ് ആയിട്ടാണ് തരംതിരിക്കുന്നത്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് 4. കാറ്റഗറി 1 എന്ന് പറയുന്നതാണ് എന്താ? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അതാണ് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അപ്രോക്സിമേറ്റ്ലി 20% ചാൻസ് ഉള്ളു അല്ലെ രക്ഷപ്പെടാനായിട്ട്? 20% ചാൻസ്. അത് പ്രയോറിറ്റി 1 ആണ് കേട്ടോ. പ്രയോറിറ്റി 1-ലാണ് എന്ത്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. കാറ്റഗറി 1-ല് എങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും? എങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും? റെഡ് ഏരിയ അല്ലെ? സിവിയർ ബ്ലീഡിങ് അല്ലെ? സിവിയർ ബ്ലീഡിങ് കണ്ടീഷൻസ്. ദെൻ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, pneumothorax, hemothorax, hypovolemic shock, extremity severely injured, facial burns, burns to upper respiratory tract. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? സീരിയസ് കേസുകളാണ് അല്ലെ? സിവിയർ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? അത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി എന്താണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാല്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ശ്വാസനാളത്തിൽ കൂടി ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുന്നു. അതായത് എയർവേ തടസ്സം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. എയർവേയില് തടസ്സം സംഭവിക്കുന്നത്, ശ്വാസോച്ഛ്വാസം കിട്ടാത്തൊരു സിറ്റുവേഷൻസ്. ഇതാണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ORT എന്ന് പറയുന്നത്. അടുത്തത് ന്യൂമോതൊറാക്സ്. എന്താണ് ന്യൂമോതൊറാക്സ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ന്യൂമോതൊറാക്സ് എന്താണെന്നൊക്കെ. അതായത് നമ്മുടെ ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലുള്ള ഒരു പ്യൂറൽ സ്പേസ് അല്ലെ? പ്യൂറൽ സ്പേസസില് വായുവിന്റെ ശേഖരണം മൂലം, അതായത് എയറിന്റെ ശേഖരണം മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലുള്ള ഒരു പ്ലൂറൽ സ്പേസസിലാണ് എന്ത്? എയർ അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തന്നെയാണ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അടുത്തത് ഹീമോതൊറാക്സ്. ഹീമോതൊറാക്സ് എന്തായിരിക്കാം? ഹീമോതൊറാക്സ് അതായത് നെഞ്ചിന്റെ ഭിത്തിക്കും ചെസ്റ്റ് വാളിന്റെയും അതുപോലെ തന്നെ എന്താണ് ലങ്സിന്റെയും, ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും, നെഞ്ചിന്റെ ഭിത്തിക്കും അതുപോലെ തന്നെ എന്താണ് ശ്വാസകോശത്തിനും ഇടയിലുള്ള പ്ലൂറൽ അറയില് രക്തം അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ് എന്ത്? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. നെഞ്ചിന്റെ ഭിത്തിക്കും അതുപോലെ ശ്വാസകോശത്തിനും ഇടയിലുള്ള പ്ലൂറൽ അറയില് രക്തം അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ് എന്ത്?
ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. അതായത് നെഞ്ചിന് ആഘാതങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഘാതം ഉണ്ടാവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ചെസ്റ്റ് പെയിൻ മൂലമുള്ള അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയിരിക്കും അതിന്റെ സിംറ്റംസ് കാണിക്കുന്നത്. നെഞ്ചിന്റെ ഭിത്തിക്കും ശ്വാസകോശത്തിനും ഇടയിലുള്ള പ്ലൂറൽ റവയില് രക്തം അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ ഒരു അവസ്ഥയാണ് എന്ത് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ടഡ്. Then hypovolemic shock. Hypovolemic shock എന്താണ് hypovolemic shock? അതായത് കഠിനമായിട്ടുള്ള ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിസാസ്റ്റർ സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ ദുരിതം സമയത്ത് ചിലപ്പോൾ വെള്ളമൊന്നും കിട്ടാതെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് രക്തത്തിന്റെ അപര്യാപ്തം മൂലം അല്ലെ, രക്തമില്ലാതെ ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ, രക്തമില്ലാതെ രക്തത്തിന്റെ അപര്യാപ്തം മൂലം രക്തത്തിന്റെ അളവ് കുറയുന്നത് മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. കഠിനമായ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ രക്തനഷ്ടമോ മൂലം അല്ലെങ്കിൽ രക്തത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഹൈപ്പോവോളമിക് ഷോക്ക്. ഓക്കെ, നോട്ട് ചെയ്തോ. ഹൈപ്പോവോളമിക് ഷോക്ക് എന്താണ്? കഠിനമായ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ എന്താണ് നിർജ്ജലീകരണം അല്ലെ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിർജ്ജലീകരണം അല്ലേ. യെസ്. അല്ലെങ്കിൽ രക്തത്തിന്റെ നഷ്ടം മൂലമോ അല്ലെങ്കിൽ എന്താണ് അപര്യാപ്തത മൂലമോ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. അതും ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ്. എക്സ്ട്രീംലി സെവർലി ഇൻജുർഡ് അല്ലെ, അത് എന്തെങ്കിലും ഗുരുതരമായിട്ട് നമ്മള് നേരത്തെ ട്രാൻസ്ഫർ പേഷ്യൻസിലൊക്കെ പഠിച്ച പോലെ നെഞ്ചിന്റെ ഭാഗത്ത് എന്താണ് ആഘാതമുള്ള മുറിവുകളൊക്കെ അല്ലെ, കുത്തിക്കയറുന്ന മുറിവുകൾ അല്ലെങ്കിൽ എക്സ്ട്രീംലി സിവിയർലി ഇൻജേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. ഫേഷ്യൽ ബേൺസ് എന്താണ്? ഫേഷ്യൽ ബേൺസ് എന്താണ്? ഇതിൽ കെമിക്കൽസുകളോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മൂലം അല്ലെങ്കിൽ മറ്റു ലിക്വിഡ്സ് ഒക്കെ മൂലം എന്താണ് ബേൺസ് സംഭവിച്ചു പൊള്ളലേറ്റവരെ അല്ലെ, അമിതമായിട്ട് പൊള്ളലേറ്റവരൊക്കെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാറ്റഗറിയാണ്. അടുത്തത് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്താണ്? URT എന്നാണ് പറയുന്നത് കേട്ടോ. ഷോർട്ടായിട്ട് പറയുന്നതാണ് URT, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ഇത് ശ്വാസകോശത്തിന് മുകളിലായിട്ട് എന്താണ് ഒരു കോമൺ വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. കോമൺ വൈറൽ ഇൻഫെക്ഷൻ അഫക്റ്റഡ് എവിടെയാണ് അഫക്ട് ചെയ്യുന്നത്? നോസ്, ത്രോട്ട്, സൈനസ്, എയർവേ അല്ലെ, അല്ലെങ്കിൽ എയർവേസിലൊക്കെ എന്താണ് ഈ വൈറസ്, അത് ബാക്ടീരിയയോ ഫംഗസ് ഒക്കെ മൂലം ഉണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ്, വൈറൽ സിറ്റുവേഷൻ ആണ് എന്ത് ഒരു പകർച്ചവ്യാധിയാണിത് കേട്ടോ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മിക്കവാറും നമ്മുടെ നോസിനും ത്രോട്ടിന് അതുപോലെ തന്നെ എയർവേക്കൊക്കെയാണ് അത് ഇൻഫെക്ഷൻസ് തരുന്നത്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് എന്ത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ കാറ്റഗറി 1 അല്ലെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാണ്? പ്രയോറിറ്റി 1 ഏതൊക്കെ കേസസുകളാണ് വരുന്നത്? ഏതൊക്കെയാണ്? സിവിയർ ബ്ലീഡിംഗ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസനാളത്തില് അല്ലെങ്കിൽ കൃത്യമായിട്ട് ശ്വാസോച്ഛ്വാസം കിട്ടാൻ പറ്റാത്ത അവസ്ഥ, തടസ്സപ്പെടുന്ന എയർവേ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്ത് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ന്യൂമോതൊറാക്സ് എന്താണ്? ശ്വാസകോശത്തിനോ നെഞ്ചിന്റെ ഭിത്തിയിലും ഇടയിലുള്ള പ്ലൂറൽ സ്പേസസിലെ എയറിന്റെ ശേഖരണം വരുന്ന സിറ്റുവേഷൻ ആണ് എന്ത് ന്യൂമോതൊറാക്സ്. ഹീമോതൊറാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹീമോതൊറാക്സ് നെഞ്ചിന്റെ ഭിത്തിയിലും ശ്വാസകോശത്തിന്റെ ഇടയിലുമായിട്ട് എന്താണ് പ്ലൂറൽ അറയിലെ രക്തം അടിഞ്ഞു കൂടുമ്പോൾ ഗുരുതരമായ ഒരു അവസ്ഥയാണ്, ബ്ലഡ് അടിഞ്ഞു കൂടുകൊണ്ടാകുന്ന ഗുരുതരമായ ഒരു അവസ്ഥയാണ് എന്ത് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ബ്ലഡ് കോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ. ഹൈപ്പോവോളമിക് ഷോക്ക് എന്താണ്? രക്തത്തിന്റെ അപര്യാപ്തത മൂലമോ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ മൂലമോ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എക്സ്ട്രീംലി സിവിയർലി ഇൻജേർഡ് അറിയാലോ. ഫേഷ്യൽ ബേൺസുകള്,
and burns to upper respiratory tract. ശ്വാസനാളത്തിന് മുകളിലായിട്ടുള്ളൊരു മുകളിലായിട്ട് എന്താണ് ഒരു കോമൺ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അതായത് നോസ്, ത്രോട്ട്, സൈനസ്, എയർവേ ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ആ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ഇതാണ് കാറ്റഗറി 1 വരുന്നത്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റുകളാണ്. ഇതിൽ എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ തന്നെയാണ് ഇത്. ഓക്കെ, ഇനി കാറ്റഗറി 2 എന്താണ്? ഡിലൈഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 40% പ്രയോറിറ്റി 2. എന്താണ് കാറ്റഗറി 2 എന്ന് വെച്ചാൽ ഡിലേഡ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ കുറച്ച് വൈകിയായിരുന്നു, നമുക്ക് ഒരുപാട് ലേറ്റ് ആയിരുന്നെങ്കിലും ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെന്നില്ല, ഡിലേ ആയിട്ടാണെങ്കിലും അത് കൊടുക്കാം. അത് എന്തൊക്കെ കാറ്റഗറിയാണ്? ഒന്ന് ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഒടിവുകള്, ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷൻ എന്താണ്? എന്തെങ്കിലും സ്ഥാനഭ്രംശം സംഭവിച്ചാല്, ലാസ്റ്റികളില് സ്ഥാനഭ്രംശം സംഭവിച്ചാല്, അബ്ഡോമൻ ഇഞ്ചുറീസ്, ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വയറുകളിലെ ഇഞ്ചുറീസ് വരുന്നത്. ദെൻ തൊറാക്സ്. തൊറാക്സ് എന്താണ്? നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗങ്ങൾ അല്ലെ, ചെസ്റ്റിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന, ശ്വാസകോശത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? തൊറാക്സ്. ദെൻ യൂറോജെനിറ്റൽ ട്രാക്ട്. യൂറോജെനിറ്റൽ ട്രാക്ട് എന്താണ്? അതായത് നമ്മുടെ യൂറിൻ സിസ്റ്റം, യൂറിനറി സിസ്റ്റത്തിലെ എല്ലാ ഭാഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അതായത് നമ്മുടെ മൂത്രാശയം, മൂത്രനാളി, പിന്നെന്താണ് അത് യൂറിനറി സിസ്റ്റമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മുടെ കിഡ്നീസ്, ബ്ലാഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് യൂറോജെനിറ്റൽ ട്രാക്റ്റിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ, യൂറിൻ, ബ്ലാഡർ ഒക്കെ. ഓക്കെ, അങ്ങനെയുള്ള കേസസുകള്. ദെൻ സ്കൾഡ് അല്ലെ, തലയൊട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും. ദെൻ ബ്രെയിൻ. Then 2 and 3 degree burns. 2 and 3 degree burns എന്ന് പറഞ്ഞ എന്താണ്? സിവിയറിറ്റി ഓഫ് ദ ബേൺ ഇഞ്ചുറി. അതായത് ഇപ്പൊ 2-3 ഡിഗ്രി ബേൺ, അത്രയും പൊള്ളൽ വെച്ചിട്ടുണ്ടാവിരിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ഡിഗ്രി ലെവൽ വെച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഫുള്ളി ബേൺഡ് ആണെങ്കിലാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? കാറ്റഗറി 1 വരുന്നത് അല്ലെ. 2 and 3 degree burns മാത്രം ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ്? ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. ഏതൊക്കെയാണ് കാറ്റഗറി 2 വരുന്നത്? ഫ്രാക്ചേഴ്സ്, എന്തെങ്കിലും ഒടിവുകള്, ഡിസ്ലൊക്കേഷൻ, അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, തൊറാക്സ്, യൂറോജെനിറ്റൽ ട്രാക്ട്, സ്കൾ, ബ്രെയിൻ, 2 and 3 degree burns. ഇവിടെ എഴുതി വെച്ചോളൂ, സിവിയറിറ്റി ഓഫ് ദ ബേൺ ഇഞ്ചുറി എഴുതിക്കോട്ടോ. സിവിയറിറ്റി ഓഫ് ദ ബേൺ ഇഞ്ചുറി. Severity of the burn injury. Severity of the burn injury. ഇനി കാറ്റഗറി 3 എന്താണ് പറയുന്നത്? മിനിമൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. അതെങ്ങനെയാണ്? അപ്രോക്സിമേറ്റ്ലി 40% തന്നെയാണ് ചാൻസസ്. പ്രയോറിറ്റി 3 വരുന്നത് എന്താണ്? മൈനർ വുഡ്സ്, സ്മോൾ ഫ്രാക്ചർ ആൻഡ് സ്പ്രെയിൻ. എന്താണ് മൈനർ വുഡ്സ് എന്ന് വെച്ചാൽ ചെറിയ പരിക്കുകൾ അല്ലെ, മൈനർ ആയിട്ടുള്ള പരിക്കുകള്, മുറിവുകള്. ദെൻ സ്മോൾ ഫ്രാക്ചർ, ചെറിയ ഫ്രാക്ചേഴ്സ്, ചെറിയ ഒടിവുകള്. സ്പ്രെയിൻ എന്താണ്? ഉളുക്ക് സംഭവിക്കൂല എന്തെങ്കിലും എല്ലുകൾക്കൊക്കെ, ഉളുക്ക്. അതൊക്കെ കാറ്റഗറി 3 വരുന്നത് അല്ലെ. നമ്മൾ നോക്കി പേഷ്യന്റിനെ സോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് എന്താണ്? ഇമ്മീഡിയറ്റ് കെയർ. പിന്നെ എന്താണ്? സെക്കൻഡ് വൺ ഡിലൈഡ് കെയർ അല്ലെ. സോർട്ട് ചെയ്യുമ്പോൾ അടുത്ത പേഷ്യന്റ് ഡിലൈഡ് കെയറിൽ ഉൾപ്പെടുന്നു. അടുത്തത് മിനിമൽ ട്രീറ്റ്മെന്റിലുള്ള പേഷ്യൻസ് ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ്? മൈനർ വുഡ്സ്, സ്മോൾ ഫ്രാക്ചർ, സ്പ്രെയിൻ. ചെറിയ പരിക്ക്, മുറിവുകള്, ചെറിയ ഒടിവുകള്, ഉളുക്ക്. അവ കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ് പ്രയോറിറ്റി 3 ഉൾപ്പെടുന്നത്. അടുത്തത് എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്. എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് എന്താണ്? കാറ്റഗറി 4. ഡൈയിങ് ഓർ ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. ഡൈയിങ് ഓർ ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ എന്താണ്? അതിജീവിക്കാൻ സാധ്യതയില്ലാത്ത, അതായത് മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന പേഷ്യൻസ് കാറ്റഗറീസ്.
അല്ലെ? എക്സ്പെൻഡഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൈയിങ് ഓഫ് ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ, അതിജീവിക്കാൻ സാധ്യതയില്ലാത്ത പേഷ്യൻസിന്. ഓക്കെ, അമിതമായ ആഘാതം മൂലം അല്ലെങ്കിൽ 0 minutes ആയിരിക്കുള്ളൂ എന്ത് ആ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ചിലപ്പോ എത്തിക്കുമ്പോൾ എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മരണം സംഭവിച്ചിരിക്കാം. അവ കാറ്റഗറി 4ലാണ് ഉൾപ്പെടുന്നത്. ഇനി ടാഗിങ് കൂടി പറയട്ടെ. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് പേഷ്യൻസിന്റെ നമ്മൾ ആ ഒരു അവർക്ക് ടാഗ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെ ടാഗ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസിന് എന്താണ് പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. അപ്പൊ ഓരോ പേഷ്യൻസിന് റിമൂവ് ചെയ്യുന്നത് ഈ ടാഗുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസിന് ഏത് ടാഗാണ് നമ്മൾ കൊടുക്കുന്നത്? ഫസ്റ്റ് റെഡ് ടാഗുകളായിരിക്കും ക്രിട്ടിക്കൽ പേഷ്യൻസിന്. അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗുകളായിരിക്കും. അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗുകളായിരിക്കും കൊടുക്കുന്നത്. അടുത്തത് എന്താണ്? വാക്കിംഗ് വുഡഡ് പേഷ്യൻസ്. വാക്കിംഗ് വുഡഡ് എന്താണ്? ഗ്രീൻ ടാഗ് കൊടുക്കുന്നത്. വാക്കിംഗ് വുഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിംഗ് വുഡഡ് വാക്കിംഗ് വുഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണ് വാക്കിംഗ് വുഡഡ്. എന്തെങ്കിലും മുറിവേറ്റിട്ടും നടക്കാൻ സാധിക്കുന്നവരല്ലേ, നടക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഗ്രീൻ കളർ ടാഗായിരിക്കും കൊടുക്കുന്നത് പൊസിഷനില്. ഡെഡ് ആൻഡ് ഡൈയിങ് ബ്ലാക്ക് ടാഗ്. ലാസ്റ്റ് കൊടുക്കുന്ന ടാഗാണ് ഡെഡ് ടാഗ് അല്ലെ? യെസ്, അത് ബ്ലാക്ക് കളറിലായിരിക്കും. അപ്പൊ ഈ 4 പ്രയോറിറ്റീസിലാണ് ടാഗ് കൊടുക്കുന്നത്. ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ്, അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗ്, വാക്കർ വുഡഡ് പേഷ്യൻസിന് ഗ്രീൻ ടാഗ്, ഡെഡ് പേഷ്യന് ബ്ലാക്ക് ടാഗ്. ഓക്കെ, ക്ലിയർ ആണോ? ട്രൈ ചെയ്ത് ക്ലിയർ ആണോ 4 കാറ്റഗറീസും? യെസ്. ഓക്കെ, ഒന്ന് പറയാവോ എന്തൊക്കെ സെക്യൂരിറ്റി ഡ്യൂട്ടീസ് ആണ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. എന്തൊക്കെ സെക്യൂരിറ്റി ഡ്യൂട്ടീസ് ആണ്? ആരെങ്കിലും ഒരാൾ പറയൂ. ശ്രീലക്ഷ്മി മിഥുൻ പറയൂ. പറഞ്ഞോളൂ, മൈക്രോഫോൺ ഓൺ ആണ്. പറയുന്നില്ലേ? ജസ്ന മൈക്ക് ഓൺ ആണല്ലോ, ഓണല്ലേ? പറഞ്ഞോളൂ. ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. മനസ്സിലായത് പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പറയണമെന്നില്ല. അതായത് പോലീസായിട്ട് അടുത്ത സഹകരണത്തോടെ ഒക്കെ പ്രവർത്തിക്കണം. പിന്നെ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ആശുപത്രിയിലേക്ക് വരുന്ന പേഷ്യൻസിന്, അവരെ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് ഒന്നും ബ്ലോക്ക് വരാൻ പാടില്ല. ഫ്രീ എൻട്രി ഉണ്ടാവണം. പിന്നെ കീ ഇൻസ്റ്റാളേഷൻ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഴ്സൺസിനെ അതാത് സ്ഥലത്തേക്ക് കടത്തി വിടണം. ഇപ്പൊ ആംബുലൻസുകാരെ എമർജൻസിയിലേക്കും, അങ്ങനെ റിലേറ്റീവ്സിനെ വെയിറ്റിംഗ് ഏരിയ, പിന്നെ മീഡിയ റൂമിലേക്കും കടത്തി വിടണം. പിന്നെ ഹോസ്പിറ്റൽ പേഴ്സണൽസിനും പേഷ്യൻസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിലെ പേഴ്സണൽസ് ഒക്കെ ഐഡന്റി കാർഡ് വെയർ ചെയ്യണം. വെരി ഗുഡ്. അടുത്ത ആളൊന്ന് പറഞ്ഞേ, ട്രയേജ് എന്ന് പറഞ്ഞേ. കാറ്റഗറി 1 ഏത് തരം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? കാറ്റഗറി 1
ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്. അവിടെ ജസ്റ്റിന് 20% മാത്രം. നേരത്താണ് വയ്യാതിരുന്നെ. അതന്നെ മാം. ശരിക്കും മാറിയിട്ടില്ല, ശബ്ദം അടഞ്ഞിരിക്കുക. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ, അതിന് പറയണ്ട. കുഴപ്പമില്ല. പറഞ്ഞോളൂ. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് കാറ്റഗറി 1 നൽകുന്നത്. ഇവിടെ 20% മാത്രമാണ് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളത്. ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഹൈപ്പോവോൾമിക് ഷോക്ക്, extremely severely injured, facial burns, burns to upper respiratory tract. ഇതൊക്കെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത ആള് പറഞ്ഞേ കാറ്റഗറി 2 എന്തൊക്കെയാണ് വരുന്നത്? കാറ്റഗറി 2 എന്തൊക്കെയാ വരുന്നത്? ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. അപ്രോക്സിമേറ്റ് 40% ആണ് വരുന്നത്. ഫ്രാക്ചേഴ്സ് ഉണ്ട്, ഡിസ്ലൊക്കേഷൻ വരുന്നുണ്ട്, അബ്ഡോമൻ ഇഞ്ചുറീസ്, വൈറസ്, പിന്നെ അബ്ഡോമൻ തൊറാക്സ് ഉണ്ട്, ജെനിറ്റൽ ട്രാക്ട് ഉണ്ട്, സ്കൾ ബ്രെയിൻ, 2 and 3 degree burns. Okay, yes, very good. Next, category 3. കാറ്റഗറി 3 എന്താണ്? മിനിമൽ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ചെറിയ പരിക്കുകള്, ഫ്രാക്ചേഴ്സ്, ഉളുക്ക് അങ്ങനെയെല്ലാം. കാറ്റഗറി 4 കാറ്റഗറി 4 അതിജീവിക്കാൻ സാധ്യത ഇല്ലാത്തതാണ് വരുന്നത്. അതെ, ഓക്കെ, എക്സ്പെൻഡഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ടാഗിങ് കൂടി ഒന്ന് പറഞ്ഞേ. ടാഗിങ്, അർജന്റ് പേഷ്യൻസിന് ഏത് കളർ ടാഗ് ആണ് കൊടുക്കുന്നത്? അർജന്റ് പേഷ്യൻസിന് യെല്ലോ കളർ. നോൺ ക്രിട്ടിക്കൽ പേഷ്യൻസ് റെഡ് കളർ. വാക്കിംഗ് വുണ്ടഡ് Green tag. ഗ്രീൻ കളർ. ഓക്കെ, യെസ്. നിങ്ങള് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഏകദേശം ഒക്കെ തീരാറായി തുടങ്ങി. ഇനിയുണ്ട് 2-3 ചാപ്റ്റേഴ്സ്. എന്നാലും എടുക്കുന്ന ഭാഗങ്ങൾ പഠിക്കണം കേട്ടോ. അത് എല്ലാം കൂടി ലാസ്റ്റ് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ ഡൗട്ടൊന്നുമില്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു. Okay, ma'am. Thank you. Okay, thank you. Thank you, ma'am. Thank you.